കാശ് മുടക്കിയ ആളിനോട് മാറാൻ പറയേ. ഞാൻ ആ കാശ് മുടക്കിയത് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് കലക്കിയത്. ഒരു പ്രൊഡ്യൂസറുടെ വില എന്താണെന്ന് നാട്ടുകാർക്കും മനസ്സിലായി. അല്ല പിന്നെ അമ്പയാക്ഷ, ഞാൻ ഈ കളിയൊക്കെ ബോംബെയിൽ ഒരുപാട് കളിച്ചതല്ലേ. എന്തായാലും നാട്ടുകാരുടെ ഇടയിൽ എനിക്കൊരു നല്ല മതിപ്പായി അല്ലേ? സംശയമുണ്ടോ? ഈ നാടങ്ങട്ട് ഇളകി മറിഞ്ഞില്ലേ, പ്രൊഡ്യൂസർ ശങ്കർദാസ്, പ്രൊഡ്യൂസർ ശങ്കർദാസ്. ഇത് മാത്രല്ലേ ആളുകൾക്ക് ഇപ്പൊ സംസാര വിഷയം. അച്ഛൻ സിനിമാ നടനാകാൻ പോകുന്നു മക്കളോട് പറഞ്ഞിട്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോ, അല്ല എന്റെ ആക്ടിന്റെ കാര്യം ഡയറക്ടറോട് പറഞ്ഞില്ലേ? അതിന് ഡയറക്ടറോട് എന്തിനാ പറയുന്നേ? അഭിനയിപ്പിക്കാം, ഞാനല്ലേ പ്രൊഡ്യൂസർ. സ്മോൾ കഴിക്കുന്നു. അയ്യേ, ഞാൻ കുടിക്കില്ല. പിന്നെ ഒരു ലേശം വേണമെങ്കിൽ ഒരു ചെറിയ കുപ്പിലാക്കി തന്നാ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. അമ്മ കുടിക്കും. ഓ പിന്നെ അങ്ങനെ ഇപ്പൊ അമ്മ കുടിക്കണ്ട. പിന്നെ ഞാനൊരു സംഗതി അറിഞ്ഞു. പടം പിടിക്കുന്ന വീട്ടുകാർക്ക് പണം കൊടുക്കാൻ ശ്രമിച്ചോ വാടകയായിട്ട്? അതെ, അതല്ലേ എന്റെ ഒരു മര്യാദ. അങ്ങനെയുള്ള മര്യാദയൊന്നും അവരോട് വേണ്ട. ആ വീടിന്റെ ആധാരം ഉണ്ടല്ലോ, അത് എന്റെ കയ്യിലാ. 1.5 ലക്ഷം എനിക്ക് അവര് തരാനുള്ളത്. 1.5 ലക്ഷം. അങ്ങനെ വാടക വല്ലതും കൊടുക്കണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തന്നേക്ക്, ഞാനത് പലിശ ഇനത്തിലേക്ക് വകവെച്ചോളാം. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? എന്റെ ശങ്കർ സാറേ, ചോദിച്ച് ഞാൻ മടുത്തു. ഇനി ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ആ വീട് ജപ്തി ചെയ്യാൻ പോവാ. പണിക്കർക്ക് ഇത്രയും കടം എങ്ങനെ വന്നു? മരക്കമ്പനി ആയിരുന്നല്ലോ അയാൾക്ക്. ആർക്കൊക്കെയോ കടം കൊടുത്ത് കുലുവാരായെന്നാണ് കേൾക്കണത്. ഒടുക്കം പണം കൊടുത്തവർക്ക് മരം കൊടുക്കാൻ പറ്റാണ്ടായി. സ്വജാതിയാണല്ലോ എന്ന് കരുതി ഞാൻ സഹായിച്ചു. അയാളുടെ മൂത്ത മോൾക്ക് ചിത്രം വരെ പഠിക്കാൻ ബറോടെ പോണം. അതിനുള്ള വണ്ടിക്കൂലി വരെ ഞാനാ കൊടുത്തത്. ഒരു ദിവസം ആ പെണ്ണിനെയും ഞാൻ കുറെ ചീത്ത വിളിച്ചു, ദേഷ്യം വന്നിട്ട്. അല്ലടോ ടൈലറെ, ഞാൻ അമ്മയ്ക്കൊരു ലേശം കുപ്പിയിലാക്കാൻ പറഞ്ഞിട്ട് താനത് മറന്നോ? അത് വേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. എത്ര കടമെന്ന് പറഞ്ഞ? പലിശ അടക്കം 1.5 ലക്ഷം. 1.5 ലക്ഷം. വർഗീസേ. എന്താ സാർ? ഈ രാത്രിയിലെങ്കിലും ബാഗ് എവിടെയെങ്കിലും ഒന്ന് വെച്ചുകൊണ്ടോ എനിക്ക്? ഇവിടെ നമ്മുടെ അക്കൗണ്ടിലെ ഷൂട്ടിങ്ങിനായി മാറ്റി വെച്ചിരിക്കുന്നത് വിട്ടേക്ക്. ബാക്കി എത്ര രൂപ ഉണ്ടാവും? അതിപ്പോ അതിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ നാളെ എടുക്കണം. ആധാരം വർഗീസിനെ ഏൽപ്പിച്ചേക്കും. പ്രസിഡന്റിന്റെ പണം വർഗീസ് തരും. ഓക്കെ? ഓക്കെ. ഇതെന്ത് കഥ? ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടായ മനുഷ്യന് ഭ്രാന്ത് പിടിക്കൂ. ഈ പണിക്കരെങ്ങനെ സഹായിച്ചിട്ട് ഇയാൾക്ക് എന്ത് കാര്യം? അത് മറ്റൊന്നുമല്ല, മൂപ്പര് ചെറുപ്പകാലം തൊട്ട് ആ വീട്. കായലിൽ ശവം. ശവ? ഏത് ശവം? അത് ഷൂട്ടിങ്ങിന് ഒരു ശവം വേണം. ആ ശവം കായലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. അതാണ്. ശവത്തിന്റെ ആക്ടിന് ആളെ കിട്ടിയ എന്താ താല്പര്യമുണ്ടാ? സംഭാഷണം ഉണ്ടാവോ ശവത്തിനോ? അയ്യേ, അമ്മയ്ക്ക് ലേശം ഒരു കുപ്പിയിലാക്കാൻ പറഞ്ഞിട്ട് നീ അത് മറന്നോ? അതില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. നീ കുറച്ച് ഒഴിച്ചേങ്ങട്. സോഡ വേണ്ടേ? സോഡ നീ കുടിച്ചാ മതി. പെറ്റ അമ്മയ്ക്ക് ഒരു തുള്ളി വെച്ചിട്ട് തന്നില്ല ശവം.